ഇന്ന് 5ാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള പുതിയ പാഠപുസ്തകമായ ബേസിക് സയൻസ് ആണ് ക്ലാസ് എടുക്കുന്നത്. ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ, യൂണിറ്റ് 1 ഒന്നാമത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിയും. ചാപ്റ്ററിൻ്റെ പേര് ഒറ്റയല്ലൊരു ജീവിയും. ഈ പാഠഭാഗത്ത് പരിസ്ഥിതിയും ജീവികളും തമ്മിലുള്ള ബന്ധവും, ആഹാര ശൃംഖല, പിന്നെ സസ്യങ്ങളിലെ ആഹാര നിർമ്മാണ പ്രക്രിയ, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 7. പേജ് നമ്പർ 7 ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒറ്റയല്ലൊരു ജീവിയും. ഒറ്റയല്ലൊരു ജീവിയും. അതിൽ ഒരു കുളക്കരയും, പിന്നെ കുളക്കരയും ആ കുളത്തിലുള്ള ജീവികളും അതിൻ്റെ ചുറ്റുപാടുകളിലുള്ള ജീവികളുടെയും ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രം നിരീക്ഷിക്കുക. ഈ ചിത്രത്തിലെ പക്ഷി ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ ചിത്രത്തിലെ പക്ഷി? ഈ ചിത്രത്തിലെ പക്ഷി നീലപ്പൊന്മാൻ ആണ്. നീലപ്പൊന്മാൻ, കിങ് ഫിഷർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ കിങ് ഫിഷർ അഥവാ ഈ നീലപ്പൊന്മാൻ്റെ ഭക്ഷണം എന്താണ്? അവ എന്ത് തരത്തിലുള്ള ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്? എന്ത് തരത്തിലുള്ള ആഹാരമായിരിക്കും ഇവ കഴിക്കുന്നത്? പൊന്മാൻ ഈ കുളത്തിൻ്റെ ഉള്ളിലെ ചെറിയ മത്സ്യങ്ങളെയൊക്കെയാണ് ആഹാരമാക്കുന്നത്, അല്ലേ? ചെറിയ ചെറിയ മത്സ്യങ്ങളെയൊക്കെയാണ് ഈ പൊന്മാൻ പിടിച്ച് തിന്നുന്നത്. ഇനി അടുത്തത്, ഈ പക്ഷി എവിടെയാണ് സാധാരണയായിട്ട് കാണുന്നത്? സാധാരണ ഈ ജലാശയങ്ങളുടെ ചുറ്റും, ഈ കുളങ്ങൾ, ജലാശയങ്ങൾ, അവിടെയൊക്കെയാണ് ഈ നീലപ്പൊന്മാനെ നമ്മൾ കാണുന്നത്. ഇനി എന്താണ്? അപ്പോൾ നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്കു സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അടുത്തതായിട്ട്, പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാം ആഹാരങ്ങളാണ് കഴിക്കുന്നത്? പുല്ല്, സസ്യം, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, അങ്ങനെ പല ആഹാരങ്ങളും ജീവികൾ കഴിക്കും, അല്ലേ? പുല്ല് കഴിക്കും, ധാന്യം കഴിക്കും, സസ്യങ്ങൾ കഴിക്കും, ചെടികളുടെ ഇലകൾ കഴിക്കും, സസ്യങ്ങളുടെ ഇലകൾ കഴിക്കും, അങ്ങനെ പിന്നെ മാംസാഹാരം കഴിക്കും. അങ്ങനെ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി ഇതിൽ ഒരു ആടിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ് ആടിൻ്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമോ? ആടിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആട് ഭക്ഷിക്കുന്ന ആഹാരം എന്തൊക്കെയായിരിക്കും? അതായത് പ്രധാനമായിട്ടും പ്ലാവിൻ്റെ ഇല ആടിന് വലിയ ഇഷ്ടമാണ്. പിന്നെ തൊട്ടാവാടിയുടെ ഇല, അതായത് തൊട്ടാവാടി ചെടി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മൾ തൊട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ അങ്ങ് കൂമ്പിപ്പോവും. അങ്ങനെയുള്ള തൊട്ടാവാടി ഇല ആടിന് ഇഷ്ടമാണ്. പിന്നെ പുല്ല് കഴിക്കും, പലതരം ഇലകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായി പ്ലാവിൻ്റെ ഇല, പിന്നെ ധാന്യങ്ങൾ, ഇതെല്ലാം ആട് കഴിക്കുന്ന ആഹാരങ്ങളാണ്. എന്തൊക്കെയായിരിക്കാം? പ്ലാവില, തൊട്ടാവാടി, പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ, ഇവയൊക്കെ ആട് കഴിക്കുന്ന ആഹാരങ്ങളാണ്. അടുത്ത ചോദ്യം, സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന, അതായത് ഇപ്പോൾ ഈ ആട് കഴിക്കും പോലെ സസ്യങ്ങളുടെ ഭാഗങ്ങളെല്ലാം കഴിക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണ്? നമുക്ക് ചുറ്റുമുണ്ട്, അല്ലേ? ഇഷ്ടംപോലെ ജീവികളുണ്ട്. മാനുണ്ട്, മുയലുണ്ട്, പിന്നെ പശു, പോത്ത്, കുതിര, സീബ്ര, കങ്കാരു, ജിറാഫ്, ഇതെല്ലാം സസ്യഭാഗങ്ങൾ ആഹാരം
മാക്കി കഴിക്കുന്ന ജീവികളാണ് മാൻ, മുയൽ, പശു, പോത്ത്, കുതിര, സീബ്ര, കങ്കാരു. ഇവയെല്ലാം സസ്യങ്ങളുടെ ഭാഗങ്ങൾ ആഹാരമാക്കി കഴിക്കുന്ന ജീവികളാണ്. ഇനി അടുത്തതായിട്ട് വാസസ്ഥലവും ആഹാരവും. വാസസ്ഥലം, ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് ഹാബിറ്റാറ്റ്, വാസസ്ഥലം ഹാബിറ്റാറ്റ്. പിന്നെ ഫുഡ്, ആഹാരവും. അപ്പോൾ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 8. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു നെൽവയലിൻ്റെ ചിത്രം. അതിനോട് ചേർന്നൊരു കുളം, ആ കുളത്തിൽ കുറച്ച് ജീവികൾ, അങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ നിരീക്ഷിക്കുക. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണ് എന്ന് എഴുതണം. ഈ ചിത്രം കണ്ടിട്ട് ഇതിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കണം. ഇത് ഏതൊക്കെ ജീവികളാണ് കണ്ടിട്ട്? തുമ്പി, കൊക്ക്, തത്ത, ഒച്ച്, പാമ്പ്, തവള, പുൽച്ചാടി, ഞണ്ട്, മത്സ്യം, ആമ, അങ്ങനെ കുറേ ജീവികളുടെ ചിത്രങ്ങളുണ്ട്. ഈ ജീവികളുടെ പേരുകൾ എഴുതുക. പിന്നെ ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം? ഈ ചിത്രത്തിൽ കാണുന്ന ജീവികളിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം എന്ന് ഉത്തരം എഴുതണം. ഏതൊക്കെയായിരിക്കും സസ്യങ്ങളെ ആഹാരമാക്കുന്നത്? ചെറിയ മീനുകൾ. ചെറിയ മീനുകളൊക്കെ സസ്യങ്ങൾ തിന്നും. പിന്നെ പുൽച്ചാടി, പുഴു, ഒച്ച്, ആമ, തുമ്പി. ഇതൊക്കെ ഈ സസ്യങ്ങളുടെ ചെറിയ സസ്യങ്ങളുടെ ചെറിയ ഭാഗങ്ങളൊക്കെ ആഹാരമാക്കുന്ന ജീവികളാണ് ഈ ചിത്രത്തിലെ ജീവികളിൽ. ചെറുമീനുകൾ, പുൽച്ചാടി, പുഴു, ഒച്ച്, ആമ, തുമ്പി. ഇതൊക്കെ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. അടുത്ത ചോദ്യം, ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? ചെറുമീനുകളെ, ചെറിയ മീനുകളെയൊക്കെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? അതായത് കൊക്ക്, വലിയ മീനുകൾ, തവള, ഞണ്ട്, പക്ഷി. അതായത് കൊക്ക്, വലിയ മീനുകൾ, തവള, ഞണ്ട്, കൊക്ക്. പക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത് പൊന്മാനെയാണ്. പക്ഷെ പൊന്മാൻ്റെ ചിത്രം ഇതിലില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം പൊന്മാൻ എന്ന് എഴുതാം. അപ്പോൾ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന്? കൊക്ക്, വലിയ മീനുകൾ, തവള, ഞണ്ട്, പൊന്മാൻ. പിന്നെ അടുത്ത ചോദ്യം, ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? എന്തിനൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു അല്ലേ? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു. ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സസ്യം, അതായത് സസ്യത്തെ ആഹാരമാക്കുന്ന ജീവികൾ, ഈ ജീവികളെ ആഹാരമാക്കുന്ന മറ്റു ജീവികൾ. അത് പൂരിപ്പിക്കുവാനുള്ളതാണ്, അത് ഫില്ല് ചെയ്യണം. സസ്യം കൊടുത്തിട്ട് ചെറുമീനുകൾ, പുഴു, പിന്നെ ഒരെണ്ണം നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ സസ്യത്തെ ആഹാരമാക്കുന്ന ചെറുമീൻ ഉണ്ടാവും, പുൽച്ചാടി ഉണ്ടാവും, പുഴു. ഇവയെല്ലാം ആഹാരമാക്കുന്നതോ? ഈ ചെറുമീനുകളെ ആഹാരമാക്കുന്നത് വലിയ മീനുകൾ, തവള. വലിയ മീനുകളും തവളയും ചെറുമീനുകളെ ആഹാരമാക്കും. ഈ വലിയ മീനുകളെയും തവളയെയും ആരാഹാരമാക്കും? കൊക്ക് ആഹാരമാക്കും. പിന്നെ പുഴു, ഈ സസ്യം തിന്നുന്ന പുഴുവിനെ പക്ഷി ആഹാരമാക്കും. അപ്പോൾ ഈ ചിത്രം നോക്കുക. സസ്യങ്ങൾ തിന്നുന്നത് ചെറുമീനുകൾ, പുൽച്ചാടി, പുഴു. ചെറുമീനുകളെയും പുൽച്ചാടിയെയും, വലിയ മീനുകൾ തവള. ഈ വലിയ മീനുകളെയും തവളയെയും കൊക്ക്, പുഴുവിനെ പക്ഷി. അടുത്തതായിട്ട് കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ്. അത് നമ്മൾ പഠിച്ചു. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. അപ്പോൾ സസ്യം മാൻ, മുയൽ, പുൽച്ചാടി. സസ്യം കഴിക്കുന്നത് മാൻ, മുയൽ, പുൽച്ചാടി.
ഈ മാനിനെയും മുയലിനെയും ആരൊക്കെ ആഹാരം കഴിക്കും? സിംഹം, കടുവ, പുലി, കുറുക്കൻ, പാമ്പ് ഇവയെല്ലാം ഈ മാനിനെയും മുയലിനെയും ആഹാരമാക്കും. പിന്നെ പുൽച്ചാടി ആരാണ് ആഹാരമാക്കുന്നത്? പക്ഷികൾ, പിന്നെയോ തവള. പക്ഷികളും തവളയും പുൽച്ചാടിയെ ആഹാരമാക്കും. ഇനി അടുത്തതായിട്ട് ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖല ജാലം. ഫുഡ് വെബ് എന്താണ് ഫുഡ് വെബ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം. അപ്പോൾ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ്. ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ജീവികൾ ഏതൊക്കെ ജീവികളെ ആഹാരമാക്കുന്നു എന്നുള്ള ഒരു ചിത്രീകരണം താഴെ കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കുക. ഇനി ഈ ഫുഡ് ചെയിൻസ് അഥവാ ഈ ശൃംഖലകൾ, ഈ ഫുഡ് ചെയിൻസ് കടലിലും ഉണ്ട്. കരയിൽ മാത്രമല്ല കടലിലും ഉണ്ട്. കരയിലെ പലതരം ആഹാര ബന്ധങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി കടലിലെ സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. അപ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലവകങ്ങൾ എന്താണെന്ന്: ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവർ. അപ്പോൾ പ്ലവകങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി ഈ ജീവികളുടെ പേരും, ഈ കടലിലെ ജീവികളുടെ പേരും അവ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പേരും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. സ്രാവ് കഴിക്കുന്നത് കണവ, മീനുകൾ, കടലാമ. സ്രാവ് കഴിക്കുന്ന ജീവികൾ, സ്രാവ് ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ. ഇവയെല്ലാം സ്രാവ് ആഹാരമാക്കുന്നു. മത്തി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മത്തി എന്നുള്ള മീൻ ചാള എന്നും പറയും. ഈ മത്തി എന്തൊക്കെയാണ് കഴിക്കുന്നത്? ചെറുമീനുകൾ, പ്ലവകങ്ങൾ. ഈ പ്ലവകങ്ങളെയും ചെറുമീനുകളെയും മത്തി ആഹാരമാക്കുന്നു. പിന്നെ കടലാമ എന്താണ് കഴിക്കുന്നത്? സസ്യഭാഗങ്ങൾ, മീനുകൾ. സസ്യഭാഗങ്ങളെയും മീനുകളെയും ഈ കടലാമ കഴിക്കുന്നു. പിന്നെയോ ചെറുമീനുകൾ പ്ലവകങ്ങൾ കഴിക്കുന്നു. അപ്പോൾ ചെറുമീനുകൾ എന്താണ് കഴിക്കുന്നത്? പ്ലവകങ്ങൾ. അപ്പോൾ ജീവിയും ആഹാരവും ഏതൊക്കെയാണ്? സ്രാവ്, കണവ, മീനുകൾ, കടലാമ. മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ, സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകൾ, പ്ലവകങ്ങൾ. ഇനി എത്ര ആഹാര ബന്ധങ്ങളാണല്ലേ ഈ കരയിലെയും കടലിലെ എല്ലാം കൂടി എത്ര ആഹാര ബന്ധങ്ങളാണുള്ളത്. ഇനി നമുക്കൊരു മരത്തെ നിരീക്ഷിക്കണം. അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വേണം നിരീക്ഷിക്കാൻ. ഒരു മരത്തെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ നിരീക്ഷിച്ചിട്ട് ഈ മരത്തിൽ താമസിക്കുന്ന ജീവികൾ, അവിടെ വസിക്കുന്ന ജീവികൾ ഏതെല്ലാമാണെന്നൊരു ആഹാര ശൃംഖലാജാലം തയ്യാറാക്കണം. അത് ക്ലാസ്സിൽ ടീച്ചർ പറയും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റില്ല. കുറച്ച് ദിവസങ്ങൾ നിരീക്ഷിച്ചിട്ട് വേണം, ഈ ഒരു മരം നിരീക്ഷിച്ചിട്ട് വേണം ഇത് തയ്യാറാക്കുവാനായിട്ട്. അപ്പോൾ ഒരു മരത്തിൽ വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൽ എന്തൊക്കെ ജീവികളുണ്ടാവും? ഒരു മരത്തിൽ അണ്ണാനുണ്ടാവും, പക്ഷികൾ വന്നിരിക്കും. പിന്നെ മരത്തിൻ്റെ താഴെ പൊത്തുകളൊക്കെ ഉണ്ടാക്കി പാമ്പുകൾ, എലികൾ ഇവയെല്ലാം വസിക്കും. പിന്നെ ചെറിയ പുഴുക്കളുണ്ടാവും അല്ലേ? ചിലപ്പോൾ വവ്വാലുകൾ വരും. അപ്പോൾ ഒരു മരത്തിൽ ഇത്രയും ജീവികളുണ്ടാവും. ഇതിൽ കൂടുതൽ ജീവികളുണ്ടാവും. ഇത് നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തണം. അപ്പോൾ ഈ മരത്തിൻ്റെ ഉള്ളിൽ നിരീക്ഷിച്ച് ഇങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ ഈ ഒരു ജീവി മറ്റൊരു ജീവിയെ ആഹാരമാക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും ഉൾപ്പെടുത്തണം. അത് ഏതൊക്കെയായിരിക്കാം? ഇപ്പം
കിളിക്കുഞ്ഞുങ്ങളെയും കിളിയെയൊക്കെ പാമ്പ് ആഹാരമാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മരത്തിൻ്റെ ഉള്ളിലൊരു ആഹാര ശൃംഖലാജാലം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വെബ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ണാനെയും കിളികളെയും ചിലപ്പോൾ എലിയെയും വരെ പാമ്പ് കഴിക്കും. പിന്നെയോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പക്ഷികൾ കഴിക്കും അല്ലേ, പക്ഷികൾ ആഹാരമാക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വവ്വാലുകളാണെങ്കിൽ ഈ മരത്തിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സൊക്കെ വവ്വാലുകൾ കഴിക്കും. അപ്പോൾ ഒരു മരം കുറേ ദിവസങ്ങൾ നിരീക്ഷിച്ചിട്ട് അതിലെ ജീവികളെക്കുറിച്ചും ഈ ജീവികൾ അതിൽ തന്നെ ഏതൊക്കെ ജീവികളെ ആഹാരമാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ഇനി അടുത്തത് പേജ് നമ്പർ 11. വീണ്ടും ഒരു കുളത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കുറച്ച് ജീവികളെയും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ജീവികളാണെന്ന് നോക്കാം. മത്സ്യമുണ്ട്, പിന്നെയോ തവള, ഞണ്ട്, പുൽച്ചാടി, വലിയ മത്സ്യം, ചെറിയ മത്സ്യം, ആമ, തുമ്പി, കൊക്ക്, ഒച്ച്, ഇവയെല്ലാം ഈ കുളത്തിൽ വസിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഈ ജീവികൾ കുളത്തിൽ പ്രധാനപ്പെട്ട ഒരു ജീവി മത്സ്യം. ഈ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? താഴത്തെ ചോദ്യമാണ്. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം അല്ലേ, പിന്നെ മണ്ണ് സോയിൽ വേണം, പിന്നെ ഈ ജലത്തിലെ ജലസസ്യങ്ങൾ വേണം, പിന്നെയോ വായു വേണം അല്ലേ, ഓക്സിജൻ വേണം. അപ്പോൾ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം, മണ്ണ്, ജലസസ്യങ്ങൾ, ഓക്സിജൻ. പിന്നെയോ അടുത്തത്, ഇനി ഈ കുളത്തിലെ തന്നെ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും തമ്മിൽ എന്ത് ചെയ്യണം? വേർതിരിച്ച് എഴുതണം. ജീവനുള്ളവ ഏതാണ്, ജീവനില്ലാത്തവ ഏതാണ്? ജീവനുള്ളതാണ് ഈ മീൻ, കൊക്ക്, തവള, ഞണ്ട്, അങ്ങനെയൊക്കെയുള്ള ആമ, ഇതൊക്കെ. പിന്നെ ജീവനില്ലാത്തവ ഏതായിരിക്കും? മണ്ണ്, പിന്നെ കല്ല്, ഇതൊക്കെയാണ് ജീവനില്ലാത്ത. മണ്ണ്, കല്ല്, കുളത്തിന് സൂര്യപ്രകാശം, ഇതിനൊക്കെ ജീവനില്ലാത്തതാണ്. ഓക്സിജൻ, ഇതൊക്കെ ജീവനില്ലാത്തവയിൽ പെടും. അടുത്തതായിട്ട് പിന്നെ ഹാബിറ്റാറ്റ്, ആവാസം. അതായത് എന്താണ് ആവാസം എന്ന് വെച്ചാൽ? നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാട് അല്ലേ, അതാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാട്. അങ്ങനെ ഒരു ചുറ്റുപാട് ഏതായിരിക്കും? ഇപ്പം നമ്മൾ കണ്ട ഒരു കുളം, അതൊരു ആവാസ വ്യവസ്ഥയാണ്. പിന്നെയോ വാസസ്ഥലമാണ്. പിന്നെ വയൽ, പാടശേഖരങ്ങൾ കണ്ടിട്ടില്ലേ, അതൊക്കെ ഒരു ഹാബിറ്റാറ്റാണ്. പിന്നെ ഇതിലൊരു ചിത്രം കൊടുത്തിരിക്കുന്നത് സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം. സ്കൂളിൽ മിക്ക സ്കൂളുകളിൽ ഇപ്പോൾ ചെടികളും പച്ചക്കറികളൊക്കെ നട്ടുവളർത്തുന്ന ചെറിയ ഉദ്യാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ജീവികളെ നിരീക്ഷിക്കൂ. എന്തൊക്കെ ജീവികളാണ് ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ളത്? ഏതൊക്കെയായിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്? തുമ്പിയുണ്ട്, ചിത്രശലഭമുണ്ട്, പുൽച്ചാടിയുണ്ട്, പിന്നെ ഈ മരത്തിൽ പുഴുക്കളൊക്കെ ഉണ്ട്, പിന്നെ മരത്തിൽ വന്നിരിക്കുന്ന പക്ഷികളുണ്ടാവും. അടുത്തത് ഇതെല്ലാം നിങ്ങൾ നിരീക്ഷിക്കണം. ഇത് നിരീക്ഷിച്ച് സ്കൂളിലെ ഈ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ചിട്ട് അതിനെക്കുറിച്ച് കുറിപ്പൊക്കെ എഴുതണം. ഇതൊക്കെ സയൻസ് ഡയറിയിൽ എഴുതുവാനുള്ളതാണ്. പിന്നെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ. ശരിയാണ് ആ പ്രസ്താവന അല്ലേ? വളരെ ശരിയായൊരു പ്രസ്താവനയാണ്. ജീവനുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഘടകങ്ങൾക്ക് ജീവനില്ലാത്ത ഘടകങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ. ഇപ്പോൾ കുളത്തിൽ ഉദാഹരണം പറഞ്ഞു. കുളത്തിൽ മീനുണ്ട്, തവളയുണ്ട്, പുൽച്ചാടി, അങ്ങനെ എല്ലാം പറഞ്ഞു. ഈ കുളത്തിൽ ഈ ഓക്സിജനും സൂര്യപ്രകാശവും ഈ മണ്ണും കല്ലും ഒന്നുമില്ലെങ്കിൽ ഇവയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ? കഴിയില്ല.
അപ്പോൾ ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചാണ് ജീവനുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നത്. ഇനി ഒരു ആവാസം, ഹാബിറ്റാറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫനിഷൻ, ഒരു നിർവചനം നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് രൂപീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കാം ആവാസം എന്ന് പറയുന്നത്? അതായത് ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാട്, അല്ലേ? ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസം എന്ന് പറഞ്ഞാൽ അല്പം മുമ്പ് പറഞ്ഞു, ഓരോ ജീവിക്കും അനുയോജ്യമായ ഒരു ആവാസമുണ്ട്, അല്ലേ? ഒരു ജീവിക്ക് മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ പോയി ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്താ പറയുന്ന ഉദാഹരണങ്ങളായിട്ട്, ഇപ്പോൾ മരത്തിൽ ജീവിക്കുന്ന ഒരു അണ്ണാന് വേറെ കുളത്തിൽ പോയി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ ഓരോ ജീവിക്കും ഓരോ ഹാബിറ്റാറ്റ് ഉണ്ട്, ഓരോ ആവാസങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു നിർവചനം, ഒരു ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാട്. അതാണ് ഹാബിറ്റാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചിത്രം നോക്കുക, പേജ് നമ്പർ 13. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ചിത്രം ഒരു പച്ച കളറിൽ ഒന്നൊക്കെ ആയിട്ട് പുൽമേടുകൾ. ആദ്യത്തെ ചിത്രം പുൽമേടുകൾ. രണ്ടാമത്തെ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, അല്ലേ? മരുഭൂമിയാണ്. രണ്ടാമത്തെ ചിത്രം ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. മൂന്നാമത്തെ ചിത്രവും അത് കണ്ടൽക്കാട് എന്ന് പറയും. മൂന്നാമത്തെ ചിത്രം, നാലാമത്തെ ചിത്രവും നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ അത് കണ്ടൽക്കാട്, അതായത് ഈ നദികളുടെ പുഴകളുടെ ഒക്കെ തീരങ്ങളിലുള്ള ഒരു തരം സസ്യങ്ങൾ കൂട്ടമായി വളരുന്ന ഒരു പ്രദേശമാണ് കണ്ടൽക്കാടുകൾ. പിന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ധ്രുവ പ്രദേശമാണ്, അതായത് ഒരു മഞ്ഞ് മൂടിയ പ്രദേശം, പോളാർ റീജിയൻ എന്ന് പറയും, ധ്രുവ പ്രദേശം. അപ്പോൾ ചിത്രത്തിൽ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പുൽമേടുകൾ, മരുഭൂമി, കണ്ടൽക്കാട്, ധ്രുവ പ്രദേശം. ഇനി 2 ജീവികളുടെ ആഹാര കാർഡ് താഴെ കൊടുത്തിട്ടുണ്ട്. കാക്ക, പിന്നെ ആട്. ഈ കാക്ക കഴിക്കുന്നത് ജീവി എന്ന് എഴുതുക, എന്നിട്ട് കാക്ക എന്ന് എഴുതുക, പിന്നെ ആഹാരം, അവ കഴിക്കുന്ന ആഹാരം എഴുതുക. കാക്ക കഴിക്കുന്ന ആഹാരം എന്തൊക്കെയായിരിക്കും? ചെറു ജീവികളെയൊക്കെ കഴിക്കും, അല്ലേ? ചെറിയ പുഴുക്കൾ, അങ്ങനെയുള്ള ചെറിയ ജീവികളെയൊക്കെ കഴിക്കും. പിന്നെ എന്തൊക്കെ കഴിക്കും? പഴങ്ങൾ കഴിക്കും, ധാന്യങ്ങൾ കഴിക്കും, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കും, പിന്നെ മൃതാവശിഷ്ടങ്ങൾ, മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കഴിക്കും. ഒരു എലിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വന്ന് ഈ കാക്ക കൊത്തി തിന്നും. അപ്പം കാക്ക കഴിക്കുന്ന ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണ അവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ഇനി അടുത്ത ആട് കഴിക്കുന്ന ആഹാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ, ഇതൊക്കെ ആട് കഴിക്കുന്ന ആഹാരമാണ്. ഇതേപോലെ നിങ്ങൾ വേറെ 2 ജീവികളുടെ ഒരു ആഹാര കാർഡ് തയ്യാറാക്കണം. 2 ജീവികളുടെ ഒരു ആഹാര കാർഡ് തയ്യാറാക്കണം. 2 ജീവികൾ, ഒരുപാട് ജീവികളുണ്ടല്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളുണ്ട്, അല്ലാത്ത ജീവികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 ജീവികൾ, കോഴി എടുത്താൽ ഇത് തന്നെ എഴുതാം, അല്ലേ? കോഴി ഇതുപോലെ ചെറിയ പുഴുക്കളെ, ചെറിയ ജീവികളെയൊക്കെ കഴിക്കും. പിന്നെ ധാന്യങ്ങൾ കഴിക്കും, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കോഴി കഴിക്കും. പിന്നെ പറയുകയാണെങ്കിൽ പട്ടി, അതായത് നായ എന്ത് കഴിക്കും? നായ ഇതുപോലെ എന്താ പറയുക, നായ കഴിക്കുന്നത് പ്രധാനമായും മാംസാഹാരമാണ് നായ കഴിക്കുന്നത്. അതായത് ഇറച്ചി, അങ്ങനെയുള്ള ഇറച്ചി, മീൻ എന്നിവയുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് നായ കഴിക്കുന്നത്. പിന്നെ പശു അങ്ങനെ തന്നെയാണ്. പശു എന്താ കഴിക്കുന്നത്? പശു ഇതുപോലെ ധാന്യങ്ങൾ, ഇലകൾ, പുല്ലുകളൊക്കെ പശു കഴിക്കും. അപ്പോൾ ഇത് 2 ജീവികളുടെ ആഹാര കാർഡ് കൂടെ തയ്യാറാക്കുക. ഇനി ഒരു ഫുഡ് വെബ് കൊടുത്തിട്ടുണ്ട്, ആഹാര ശൃംഖലാജാലം കൊടുത്തിട്ടുണ്ട്. ഫുഡ് വെബ് കൂടിയാലും കുറഞ്ഞാലും എന്താണ് കുഴപ്പം? ഒരു ജീവി കുറയുന്നു, മറ്റൊരു ജീവി കൂടുന്നു, അങ്ങനെ വന്നാലും പരിസ്ഥിതിയെ അത് ബാധിക്കും, അല്ലേ? പരിസ്ഥിതിയുടെ സന്തുലിത അവസ്ഥ തകിടം മറിയും. അപ്പോൾ ഈ ആഹാര ശൃംഖലയിൽ കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ 14 കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലയിൽ ഒരു ആവാസ വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്, ഒരു ഇക്കോസിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും കടുവകൾ ഇല്ലാതായ? മാൻ, മുയൽ, ഇതിനെയൊക്കെ കടുവ തിന്നും. കാട്ടുപോത്ത്, മാൻ, മുയൽ, ഇതിനെല്ലാം കടുവ ആഹാരമാക്കുന്നതാണ്. അപ്പോൾ ഈ ജീവികളുടെ എണ്ണം വർദ്ധിക്കും. അത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിക്കും. താഴെ ബോക്സിൽ എന്തുകൊണ്ട് കടുവയെ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം.
പക്ഷി ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ആഹാര ശൃംഖലയിലെ ഫുഡ് വെബിലെ ഏറ്റവും ഉയർന്ന ഒരു കണ്ണിയാണ് കടുവ എന്ന് പറയുന്നത്. ഈ കടുവ കഴിക്കുന്നത് ഈ ആവാസ വ്യവസ്ഥയിലെ സസ്യാഹാരികളെയാണ് കടുവ ആഹാരമാക്കുന്നത് അല്ലേ. ഓരോ ജീവികളും അങ്ങനെ ഭക്ഷിക്കുന്ന വഴിയാണ് ഓരോ ജീവികളുടെയും എണ്ണം ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ജീവി കൂടുവാനോ ഒരു ജീവി കുറയുവാനോ പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണമെങ്കിൽ ഓരോ ജീവിയും ഓരോ ജീവികളുടെയും എണ്ണത്തിൽ തുല്യത വേണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമ്മുടെ ഇക്കോസിസ്റ്റം ആകെ തകിടം മറിയും. ഇനി അടുത്തതായിട്ട് അധിനിവേശക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്ന കുറേ ജീവികളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്ന കുറേ ജീവികൾ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമായ ആഫ്രിക്കൻ മുഷി. ഈ ആഫ്രിക്കൻ മുഷി ഈ കേരളത്തിലെ ജലാശയങ്ങളിൽ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? കേരളത്തിലെ ജലാശയങ്ങളിൽ ഇവ വന്നിട്ടുണ്ട്. അതൊരു അധിനിവേശ മത്സ്യമാണ് ഈ ആഫ്രിക്കൻ മുഷി. ഇവയെ വളർത്തുവാൻ കൊണ്ടിട്ടിട്ടുണ്ട്, അല്ലാതെ എങ്ങനെയൊക്കെയോ ഇവ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാടൻ മത്സ്യങ്ങളെല്ലാം ഈ ആഫ്രിക്കൻ മുഷി പിടിച്ച് തിന്നും അല്ലേ, ആഹാരമാക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളൊന്നും ഈ ജലാശയങ്ങൾ ഉണ്ടാവില്ല. അവയെല്ലാം അവയുടെ വംശം തന്നെ വേറിട്ട് പോകും. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശ ജീവികൾ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഉദാഹരണം എന്തൊക്കെയാണ്? നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുക. പിന്നെ അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കുക. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും അധിനിവേശ ജീവികളുണ്ടോ എന്ന് കണ്ടെത്തുക. അവ എന്തൊക്കെ നാശങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പരിശോധിക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉദാഹരണം ഇതേപോലെ തന്നെ ആഫ്രിക്കൻ പായൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് അവസ്ഥ. നമ്മുടെ ജലാശയങ്ങളിൽ ഈ ആഫ്രിക്കൻ പായൽ ഇതുപോലെ ഒരുപാട് വളരും, മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും. പിന്നെ ഇതുപോലെ ആഫ്രിക്കൻ ഒച്ച എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഈ ഒച്ച ഇതുപോലെ ഒരുപാട് ഇങ്ങനെ പെരുകും. അപ്പോൾ ഈ ജീവിയെ നശിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. ഈ മരങ്ങളിലെ പുഴുക്കളെയും ഉള്ള ഇലകളും കൂൺ അങ്ങനെയുള്ള തണ്ട് ഇതൊക്കെ ഈ ആഫ്രിക്കൻ ഒച്ച തിന്ന് നശിപ്പിക്കും. അപ്പോൾ ആഫ്രിക്കൻ പായൽ, ആഫ്രിക്കൻ ഒച്ച ഇതൊക്കെ അധിനിവേശ ജീവികളാണ്. ആഫ്രിക്കൻ മുഷിയെക്കുറിച്ചാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങളുടെ പ്രദേശങ്ങളിൽ പോയി നിരീക്ഷിച്ച് അല്ലെങ്കിൽ മുതിർന്നവരോട് ചോദിച്ച് തയ്യാറാക്കണം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നത് ആഫ്രിക്കൻ പായലും ആഫ്രിക്കൻ ഒച്ചുമാണ്. അതും പ്രശ്നക്കാരാണ്. ഇനി ഇതൊക്കെ നിങ്ങൾ ശേഖരിക്കേണ്ടത് മുതിർന്നവരിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും ഒക്കെയാണ് കേട്ടോ. ഇനി ഒരു ആഹാരബന്ധം കൊടുത്തിട്ടുണ്ട്. ആഹാരബന്ധം അതായത് ഒരു ഫുഡ് വെബും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതൊക്കെയാണ് പലതരം ആഹാരബന്ധങ്ങൾ കൊടുത്തിട്ടുണ്ട്. തവള, പാമ്പ്, പുൽച്ചാടി അങ്ങനെ അല്ലേ, അങ്ങനെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഒരു ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധം താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫുഡ് റിലേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സസ്യം അതായത് സസ്യം ഇതിനെയൊക്കെ പുൽച്ചാടി തിന്നുന്നു. ഈ പുൽച്ചാടിയെ കോഴി തിന്നുന്നു. ഈ കോഴിയെ കുറുക്കൻ തിന്നുന്നു. ഈ കുറുക്കനെ കഴുക് തിന്നുന്നു, ആഹാരമാക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള കുറേ ശ്രേണികൾ നിങ്ങൾ കണ്ടെത്തണം. ഇത് എളുപ്പമാണ്. ഇപ്പോൾ തവളയെ പാമ്പ് തിന്നുന്നു, ഈ പാമ്പിനെ കഴുകൻ തിന്നുന്നു. പിന്നെ എന്തായിരിക്കാം?
അണ്ണാൻ ഈ സസ്യഭാഗങ്ങൾ തിന്നുന്നു. ഈ അണ്ണാനെ കഴുകൻ തിന്നുന്നു. ഇതേപോലെ കണ്ടെത്തി എഴുതുക. പിന്നെ എന്താണ് അടുത്തത്? ഈ ആഹാര ശൃംഖല, അതായത് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ആഹാര ശൃംഖല ഇതുപോലെ കണ്ടെത്തി എഴുതുക. ഒന്നാമത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും അതിൻ്റെ ഒപ്പം എഴുതി ചേർക്കുക. എപ്പോഴും ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും സസ്യങ്ങളായിരിക്കും അല്ലേ? ഒരു ആഹാര ശൃംഖല ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും സസ്യങ്ങളായിരിക്കും. ഇനി അടുത്തതായിട്ട് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. ഈ ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എന്നുള്ളൊരു പ്രക്രിയ, അതിൻ്റെ ഘടകങ്ങൾ, അതിനാവശ്യമായ പ്രധാന ഘടകങ്ങൾ, സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ, ഇതൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.